ഹലോ, എല്ലാവർക്കും ബിപ്പീസ് ഹൗസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്നറിയോ, എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഞാനിതുവരെ ഒരു വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ കുറേ പേരൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ടായിരുന്നു എങ്ങനെയാണ് 1000 സബ്സ്ക്രൈബേഴ്സിനെ കംപ്ലീറ്റ് ചെയ്തതെന്നൊക്കെ. അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ. അപ്പം ഞാനാണെങ്കിൽ ആദ്യത്തെ വീഡിയോ ചാനൽ തുടങ്ങിയിട്ട് ആദ്യത്തെ വീഡിയോ ഇടുന്നത് 2024 മാർച്ച് 31 കേട്ടോ. അപ്പോൾ എനിക്ക് തുടക്കത്തിലൊന്നും എനിക്ക് സത്യത്തിൽ അറിയത്തില്ല ഇതെങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങണതിനെ പറ്റിയോ, അതുപോലെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന്, വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതിനെപ്പറ്റി ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇതൊക്കെ ഞാൻ യൂട്യൂബ് തന്നെ നോക്കി കണ്ടു പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് എൻ്റെ കൂടെ വേറെ ഒരാളിവിടെ ഉണ്ടായിരുന്നു, അടുത്ത വീട്ടിലൊരു കൂട്ടുകാരി. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ചാനൽ ഇപ്പം ആളെ എന്താ കാണാത്തതെന്ന് പലരും ചോദിക്കാറുണ്ട്. കാരണം ആൾക്കൊരു കുഞ്ഞു കുട്ടിയുണ്ട്, പിന്നെ ജോലിക്കും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് സമയമില്ല, അതുകൊണ്ട് എൻ്റെ കൂടത്തിൽ കൂടാത്തത്. അപ്പം ഞങ്ങളെന്താ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനൽ തുടങ്ങി മാർച്ച് 31 ആദ്യത്തെ വീഡിയോ ഇട്ടു. ഇതെല്ലാം നോക്കി യൂട്യൂബൊക്കെ നോക്കി പഠിച്ച് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ആദ്യത്തെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം എങ്ങനെയൊക്കെയോ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടു. എന്നിട്ട് ഒരാഴ്ചക്കുള്ളിൽ 1000 സബ്സ്ക്രൈബേഴ്സിനെ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള വലിയൊരു പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ തുടങ്ങിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പൊതുവായിട്ട് അറിയാവുന്നവരായിട്ട് നമ്മുടെ അടുത്ത വീട്ടുകാരൊക്കെ മാത്രമേ ഉള്ളൂ. ബാക്കി ഞങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ഒക്കെ വേറെ വേറെ. അപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഫാമിലി, ഫ്രണ്ട്സും റിലേറ്റീവ്സും അപ്പം അങ്ങനെ കുറേ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യാം. അപ്പോൾ രണ്ടുപേരുടെയും കൂടെ എല്ലാ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ കൂടി ആയി കഴിയുമ്പോഴേ പെട്ടെന്ന് തന്നെ 1000 സബ്സ്ക്രൈബേഴ്സിനെ ആക്കിയെടുക്കാം. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സിനെ ആക്കിയെടുക്കാം എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയിൽ ഞങ്ങൾ തുടങ്ങിയത്. പക്ഷേ ഞങ്ങൾക്ക് അത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയും കൊണ്ട് ഞങ്ങൾക്കായത് ആകെ 50 സബ്സ്ക്രൈബേഴ്സാണ്. പിന്നെ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ അടുത്തും പറയും, നമ്മുടെ അടുത്ത് നമ്പർ കാണുന്നവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്പർ അറിയാവുന്നവരുടെ അടുത്തൊക്കെ വിളിച്ച് പറയും, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് പറയും സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ എല്ലാവരും നമ്മളോടും പറയും. ഞങ്ങൾ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയും. പക്ഷേ സത്യമായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ആണെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് കൂടുതലായേനെ. അപ്പം ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ നമ്മുടെ സ്വന്തക്കാരായിട്ടുള്ള ആൾക്കാർ ചിലവരൊക്കെ ഉണ്ട്, നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പം തന്നെ കാണുകയും ലൈക്ക് ചെയ്യുകയും അതിനെപ്പറ്റി ഇപ്പോൾ അഥവാ ഒരു ദിവസം ഒരു വീഡിയോ കണ്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ ഇന്ന് വീഡിയോ ഒന്നും ഇടാത്ത എന്നാന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രതീക്ഷ വെച്ചാൽ മതി, നമുക്കറിയാവുന്ന ആൾക്കാരിൽ ഒരു ഏറ്റവും കൂടിപ്പോയാൽ ഒരു 10% പേരെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുമോ, നമ്മുടെ വീഡിയോസൊക്കെ കാണുകയും ഒക്കെ ചെയ്യുള്ളൂ എന്ന ഒരു പ്രതീക്ഷയിൽ മാത്രമേ നമ്മൾ ചാനൽ തുടങ്ങാൻ പാടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ നമ്മളെ അറിയത്തില്ലാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ 5 മാസമായി, 6 മാസമായി, 7 മാസമായി നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല. ഇപ്പോൾ എല്ലാവരുടെ അടുത്ത് പേഴ്സണലായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഒരു 8 മാസമൊക്കെ ആയപ്പോഴേക്കും ഉണ്ടല്ലോ, 7-8 മാസമൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ ഒരു 155 സബ്സ്ക്രൈബേഴ്സ്. ഇനി എങ്ങനെയാണ് കൂടുന്നതെന്ന് അറിയില്ല. ഇനി വഴി കൂടെ പോകുന്നവരെയൊക്കെ വിളിച്ചു നിർത്തി പറയണോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയായിപ്പോയി. എന്നിട്ട് അന്നേരപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഏതോ ഒരു വീഡിയോയ്ക്ക് കമൻ്റായിട്ട് ഏതോ ഒരു കൊച്ചു ചാനൽ, ഇപ്പോൾ എന്നെപ്പോലെ തന്നെ ചാനൽ തുടങ്ങിയിരിക്കുന്ന ആരോ എനിക്കൊരു കമൻറ്റ് ഇട്ടു, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, തിരിച്ചെന്നെയും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങ് ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ എനിക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാവല്ലോ എന്നോർത്ത്. അപ്പോൾ അങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ തുടങ്ങി. അങ്ങനെ ഞാനൊരു 10-15 സബ്സ്ക്രൈബേഴ്സിനെ ഒക്കെ ആക്കിയെടുത്തു. ഞാൻ അങ്ങോട്ട് തിരിച്ചും സബ്സ്ക്രൈബ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെ നമുക്ക് ഇങ്ങനെ തന്നെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിയെടുക്കാൻ പറ്റും. 1000 പേരെയൊക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് തിരിച്ചങ്ങോട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അല്ല നമ്മളങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അവരെ കൊണ്ട് ഇങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. ഇങ്ങനെ ഇപ്പം നമുക്ക് 1 ലക്ഷം 10 ലക്ഷം ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരൊക്കെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇത്രയും പേരൊക്കെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ? പിന്നെ കൂടാതെ ഉണ്ട് നമ്മൾ ഇവരുടെ ഒന്നും വീഡിയോസ് ഇട്ട് കാണാനായിട്ട് പോകുന്നേ ഇല്ല. അപ്പോൾ അങ്ങനെ ചുമ്മാ സബ്സ്ക്രൈബ് ചെയ്യുന്നൊരു വേസ്റ്റ് അല്ലേ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഗ്രോത്തിനെ പറ്റി വീഡിയോസ് ഇടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഇപ്പം ചെറിയ ചാനലിൻ്റെ ആൾക്കാരൊക്കെ ആണെങ്കിൽ, ചാനൽ തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയതിൻ്റെ അല്ലെങ്കിൽ മോണിറ്റൈസ് ആയതിൻ്റെയൊക്കെ വീഡിയോസ് ഇടും. അവരുടെ അനുഭവങ്ങൾ, അവരെങ്ങനെയാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ളതൊക്കെ ഇടും. അപ്പം ഞാനതൊക്കെ കാണും ഇടയ്ക്ക്. ദിവസം ഒരു വീഡിയോ എങ്കിലും വെച്ച് കാണും. അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ ഗ്രോത്തിനെ പറ്റി വീഡിയോസ് ഇടുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം ഒരാളുടെ മാത്രമല്ല,
പല ആൾക്കാരുടെ ആയിട്ട് വീഡിയോസ് ഞാൻ കാണും. ദിവസം ഒരു വീഡിയോ വെച്ചെങ്കിലും ആരുടെയെങ്കിലും ഏതെങ്കിലും ഇപ്പോൾ യൂട്യൂബ് ഗ്രോത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വീഡിയോ വെച്ചിട്ട് ഞാൻ കാണും. അപ്പോൾ അങ്ങനെ കണ്ട് പഠിച്ച് അങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ പലരും പറയണ കേട്ടു, ഡെയിലി ഒരേ സമയത്ത് ഷോർട്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ ഓട്ടോമാറ്റിക്കലി കൂട്ടിയെടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ പലരും ഇങ്ങനെ പറയണ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡെയിലി ഒരേ സമയത്ത് തന്നെ ഞാനൊരു ഏകദേശം ഒരു 11 മണിക്ക് ഞാൻ ഷോർട്സ് ഇടാറുള്ളത്. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഞാനങ്ങനെ ഷോർട്സ് ഇട്ട് തുടങ്ങി. അപ്പോൾ ആദ്യത്തെ ഒരു 3-4 ദിവസത്തിനൊന്നും ഒരു അനക്കവും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാ ഇങ്ങനെ ഡെയിലി ഷോർട്സ് ഇടാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് സബ്സ്ക്രൈബേഴ്സൊന്നും കൂടുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഒരു 5-6 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ 2-3 സബ്സ്ക്രൈബേഴ്സൊക്കെ വെച്ച് കൂടാൻ തുടങ്ങി. അപ്പോൾ അന്നേരം ആ സമയത്തൊക്കെ ഒരു സബ്സ്ക്രൈബ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങ് ഭയങ്കര സന്തോഷമല്ലേ. അപ്പം അങ്ങനെ 2-3 സബ്സ്ക്രൈബേഴ്സൊക്കെ വെച്ച് കൂടാൻ തുടങ്ങി. പിന്നെ ഒരു 5-6 സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടാൻ തുടങ്ങി. പിന്നെ അതിനനുസരിച്ച് അപ്പം നമ്മുടെ സമയം തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പം ഞാൻ 11 മണിക്ക് ഇടുമെന്ന് പറഞ്ഞാൽ 11 മണി സമയം തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം കുറഞ്ഞു പോകാമെന്നല്ല, അന്ന് ചിലപ്പം വേറെ സബ്സ്ക്രൈബേഴ്സിനെ ഒന്നും കിട്ടിയില്ല എന്ന് വരും. അതുപോലെ ചിലപ്പോൾ ഒരു ദിവസം വീഡിയോ ഷോർട്സ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അന്നും സബ്സ്ക്രൈബേഴ്സിനെ ഒന്നും കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ ഞാൻ ഡെയിലി ഇടാൻ തുടങ്ങി. അപ്പം നല്ല നല്ല ഷോർട്സൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടും. യൂട്യൂബ് നമ്മുടെ വീഡിയോസ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ കൂടുതൽ വ്യൂസ് കിട്ടും. അപ്പം കൂടുതൽ വ്യൂസ് കിട്ടുന്നതിനനുസരിച്ച് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിന് കിട്ടും. അപ്പോൾ എനിക്ക് ഒരു ദിവസം ഒരു 30-40-50 സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് കിട്ടിയത് ഉണ്ട്. അതായത് നല്ല വ്യൂസൊക്കെ ചിലപ്പം 20,000. ഇപ്പം എൻ്റെ ഒരു വീഡിയോ ആണെങ്കിൽ ഒരു 36,000 വ്യൂസൊക്കെ കിട്ടി. അപ്പം അതിന് നല്ലപോലെ ഒരു 50-60 സബ്സ്ക്രൈബേഴ്സിന് 60-ന് മേലെ സബ്സ്ക്രൈബേഴ്സിന് ഒറ്റ ദിവസം കൊണ്ട് കിട്ടി. അപ്പം നമുക്ക് അങ്ങനെ കൂട്ടിയെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ യൂട്യൂബ് ഗ്രോത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പം അങ്ങനെ ഏതെങ്കിലും വീഡിയോസൊക്കെ കാണുമ്പം മിക്കവാറും അതിൻ്റെ അടിയിൽ കമൻസ് ആയിട്ട് പലരും ഇട്ടിരിക്കുന്നതാണ്. ഈ ചെറിയ അതായത് എന്നെ പോലെ തന്നെ തുടക്കക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സൊക്കെ ഇട്ടിരിക്കുന്നതാണ്. വരൂ നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്നും പറഞ്ഞുകൊണ്ട്. അല്ലെങ്കിൽ ഇപ്പം എന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യും, എന്നിട്ട് എനിക്കൊരു മെസ്സേജ് അയക്കും, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, എന്നെ തിരിച്ച് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അതിൻ്റെ ഒരു ആവശ്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കങ്ങനെ എത്ര പേരെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തെടുക്കാൻ പറ്റും? നമ്മളെ എത്ര പേര് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യും? ചിലപ്പോൾ അവരൊന്നും നമ്മുടെ വീഡിയോസൊന്നും കാണത്തില്ല. അതുപോലെ ചിലപ്പം സബ്സ്ക്രൈബ് ചെയ്തു, എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പം ഇതെന്തിനാ അങ്ങനെ ഇങ്ങനെ ഒരാളെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിച്ച് അവരങ്ങ് വിട്ടിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇരുന്ന് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ചുമ്മാ ഷോർട്സ് അങ്ങ് ഇട്ടേക്കുക. എല്ലാ ദിവസവും മുടക്കാതെ ഒരേ സമയത്ത് തന്നെ ഷോർട്സ് ഇടുക. നമ്മളൊരു സമയം കണ്ടെത്തുക. നമ്മുടെ ഷോർട്സ് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് എപ്പോഴാണ് ഇടാൻ പറ്റുന്നതെന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു തോന്നലുണ്ടെങ്കിൽ ഇന്ന സമയത്ത് ഞാൻ ഷോർട്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കൂടുതൽ വ്യൂസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ ഒരു തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കറക്റ്റ് സമയം നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആ സമയത്ത് നമ്മൾ എല്ലാ ദിവസവും അങ്ങ് ഷോർട്സ് ഇട്ടേക്കുക. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങ് സബ്സ്ക്രൈബേഴ്സിനെ കൂടി കിട്ടും. അപ്പോൾ ഇവർ പറയണ പോലെ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ 20, 30, 40 അല്ലെങ്കിൽ 100, 200 സബ്സ്ക്രൈബേഴ്സിന് എനിക്ക് ഡെയിലി കിട്ടണില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നമുക്ക് കിട്ടുക കഴിഞ്ഞാൽ നമ്മളിടുന്ന കണ്ടൻറ്റ്, അതായത് നമ്മളിടുന്ന വീഡിയോ അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുകയാണ്, കൂടുതൽ വ്യൂസൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇനി സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടണം എന്ന ആഗ്രഹമുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ വേറെ ഒന്നും ചെയ്യേണ്ട, ഡെയിലി ഷോർട്സ് ഇട്ടേക്കുക. ഡെയിലി ഷോർട്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞ കേട്ടോ, അത് ഉറപ്പായിട്ടും നമുക്ക് കിട്ടും. അപ്പോൾ ഇനി എനിക്ക് 4000 വാച്ച് അവറും കൂടെ കംപ്ലീറ്റ് ആക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് എനിക്ക് ലോങ് വീഡിയോസൊക്കെ ചെയ്യണം, കുറേ ലോങ് വീഡിയോസൊക്കെ ചെയ്യണം. അപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ ചെയ്ത് തുടങ്ങണം. ഞാൻ അങ്ങനെ അധികം ചെയ്ത് തുടങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ മോണിറ്റൈസ് ആയിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. എങ്ങനെയാണ് മോണിറ്റൈസ് ആയത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ആയിട്ട് വരാം. അപ്പം ബൈ.